MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ചെമ്മീനും ചക്കക്കുരുവും മാങ്ങയും വറുത്തരച്ച ഒരു കറിയാണ്. ഇതിനായി 300 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മാങ്ങ വേണം. ഇത് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 20 ചക്കക്കുരു തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും 3 ചെറിയ ഉള്ളി അരിഞ്ഞതും 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം. ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികൾ മൂക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായി ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു കറിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. അരപ്പ് ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മാങ്ങയും വേവിച്ച് വെച്ച ചക്കക്കുരുവും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ചെമ്മീനും മാങ്ങയുമൊക്കെ നന്നായി വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്കിനി താളിച്ചൊഴിക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. 5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞു വരണം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ കറി റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.